വേഷം വാങ്ങിയാൻ പോയി മൊയിലുവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു മൊയിലു മടുത്തു നമുക്കിനി വേറെ എങ്ങോട്ടേലും പോയാലോ. അങ്ങനെ മൊയിലുവിൻ്റെ അടുത്ത് പറഞ്ഞു വാ നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാന്നും പറഞ്ഞു. അങ്ങനെ മൊയിലു ചേട്ടനും മൊയിലു അമ്മയും എൻ്റെ പഴയ മൊയിലും അമ്മയൊക്കെ ആയിട്ട് നമ്മളെല്ലാവരും കൂടെ ആയിട്ട് പുറത്തോട്ട് പോവാനായിട്ടാ. പിന്നെ കാറേജ് കയറി എനിക്ക് മൊയിലും അമ്മയുടെ അടുത്ത് തന്നെ ഇരിക്കണം. അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ ഇരുന്നു. നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായോ, ഞാൻ കുറച്ചുകൂടെ വളർന്നു, അതിന്റെ കൂടെ എന്റെ നാക്കും വളർന്നു കേട്ടാ. അതും കൂടെ കാണിക്കാനാണ് ഞാൻ ഇപ്പൊ നാക്ക് വെളിയിലിട്ടുകൊണ്ട് അങ്ങനെ ഇരിക്കണത്. പിന്നെ മൊയിലുമാരോട് പോകുമ്പോൾ ഇങ്ങനെ മടിയിലിരുന്ന് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടുപോയാൽ ഭയങ്കര സുഖമാണ്. പിന്നെ ഇവരോടും ഞങ്ങളോടൊക്കെ എത്ര നന്ദി പറഞ്ഞാലും തീരൂല കേട്ടോ. കാര്യം വേറെ ഒന്നുമില്ല, എന്നെ നിങ്ങൾ ഇത്രയൊക്കെ സ്നേഹിക്കുന്നില്ല എല്ലാവരും. അപ്പൊ നിങ്ങൾ ചോദിക്കും നിങ്ങൾ സ്നേഹിക്കണായിട്ട് ഞാൻ ഇങ്ങനെ അറിയാം. എന്റെ അടുത്ത് മൊയില് പറഞ്ഞു, സത്യം പറയാൻ നിങ്ങൾ ഇടുന്ന ഓരോ കമന്റും മൊയിലും എൻ്റെ അടുത്ത് പറയാനുണ്ട് കേട്ടാ. അങ്ങനെ എന്ന് നമ്മൾ എത്തിയത് വിഴിഞ്ഞത്താണ് കേട്ടാ. അപ്പം വിഴിഞ്ഞത്ത് ഇവിടെ എത്തിയപ്പോഴത്തേക്കും മൊയിലിച്ചാട്ടന് ഒരു മീൻ പിടിക്കണ കമ്പ് വാങ്ങണമെന്ന് പറഞ്ഞ് അങ്ങനെ ഇറങ്ങിയതാണ്. ഇനി നമ്മൾ നേരെ പോകുന്നത് അങ്ങോട്ടാണ് വിഴിഞ്ഞത്തോട്ട്. സത്യം പറഞ്ഞാൽ ഞാൻ മീനിന്റെ മണം അടിച്ചിട്ടാണ് കേട്ടോ തലയും വെളിയിലിട്ടിരിക്കുന്നത്. കാര്യം ഇവിടെ യാതൊക്കെ മീനിന്റെ മണം ഇങ്ങനെ മൂക്കിൽ വന്ന് അടിക്കുന്നത്. ഈ മീനിന്റെ മണം തന്നെയാണ് മൊയിൽ വഞ്ചോണ്ടുവന്ന മീനിനുള്ളത്. മീനിന്റെ മണം അടിച്ചിട്ടാണെങ്കിൽ ഇരിക്കാനും വയ്യ. പുറത്തോട്ട് നോക്കിയപ്പോഴാണ് അടിപൊളി കാഴ്ച. ഞാൻ ഇതൊക്കെ ആദ്യമായിട്ടില്ലേ കാണുന്നത്. ഞാൻ മൊയിലുമ്മയോട് ചോദിച്ചു, മൊയിലുമ്മ അതുകൊണ്ട് ദൂരെ കാണുന്നത് എന്തോന്നാണ്? അപ്പൊ മൊയിലുമ്മ പറഞ്ഞു നീ വാ അതൊക്കെ കാണിച്ചു തരാം. അതിനടുത്തോട്ട് ചെല്ലുമ്പോ ഇത്രയും ഭംഗി കൂടിക്കൊണ്ടിരുന്ന കേട്ടോ. ഞായതെല്ലാം കണ്ട് അന്തം മുട്ടിരുന്നു. അങ്ങനെ വെളിയിൽ തലയിട്ട് കൊണ്ട് ഞാൻ മൊയിലിൻ്റെ അടുത്ത് മൊയിലു ഒരു രക്ഷയില്ല, വല്ലാത്ത മണം തന്നെ. മൊയിലൂന്നിരിക്കില്ലേ മണമൊന്നും. അങ്ങനെ പിന്നെ മൊയിലുമ്മയുടെ കയ്യിൽ നിന്ന് മൊയിലു എന്നെ എടുത്തുകൊണ്ട് നേരെ കടലിൽ കാണിക്കാൻ കൊണ്ടുപോവേ. ഞാൻ പിന്നെ സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട് ആ കാഴ്ചകളൊക്കെ അങ്ങനെ കണ്ടപ്പോഴും എനിക്ക് ചെറിയൊരു ബാരിയെ കണ്ടിരുന്നട്ടെ. ഇവരെന്നെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് ഈ കടലിൽ കൊണ്ടുവന്ന് എന്നെ അറിയൂ. കാര്യം വേറെ ഒന്നുമില്ല, ഞാൻ വീട്ടിൽ കിടന്ന് കാണിക്കുന്ന അവർക്കല്ലേ അറിയുള്ളൂ. അങ്ങനെ മൊയിലു എന്നെ എടുത്തുകൊണ്ട് ചൂട്ട് കാണിക്കുന്നത് അങ്ങാണ് കപ്പൽ വലിയ വലിയ ബ്രെഡാണ് കരിയുന്ന പെട്ടികൾ അതുവഴി കൊണ്ടുപോകാനെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ഇതെല്ലാം കണ്ടെന്ന് വിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഇതിനിടയിൽ മൊയിലും എൻ്റെ അടുത്ത് കാര്യമായിട്ട് എന്തൊക്കെ പറയുന്നുണ്ട്. ഞാൻ അതൊന്നും അല്ല എന്റെ മനസ്സിലുള്ളത്. എങ്ങനെയെങ്കിലും കുറച്ച് മീനെ പിടിച്ച് തിന്നണം, പിന്നെ അവരെന്നെ ഇവിടെ കളഞ്ഞിട്ട് പോകുമെന്നുള്ളത് ഉറപ്പാക്കണം. എന്റെ മനസ്സിൽ ഇതൊക്കെ എന്തായാലും മൊയിലും എന്നെ കളയില്ല കേട്ടാ. മൊയിലിന് ഭയങ്കര സ്നേഹമാണ് എൻ്റെ അടുത്ത്. പിന്നെ ഞങ്ങൾക്ക് വേറെ രണ്ടുപേരും കൂടെ പരിചയപ്പെടുത്തി തരാം കേട്ടോ. അതാണ്ട് ഈ നിൽക്കുന്ന അവരാണ് എന്റെ ആദ്യത്തെ മൊയിലും അമ്മയും മൊയിലും. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മൊയിലിച്ചേട്ടൻ ചോദിച്ചു, മൊയിലിച്ചേട്ടാ എന്നോ അല്ല മീനും എല്ലാം കിട്ടുമോ? ഇതിൻ്റെ ഇടയ്ക്ക് മൊയിലും എന്നൊക്കെ ഇരുന്നുണ്ട് കാര്യമായിട്ട് അവരുടെ അടുത്ത് സംസാരിക്കണം. അങ്ങനെ പിന്നെ മൊയിലുവിൻ്റെ കയ്യിൽ നിന്ന് അവിടെ നിന്ന് കുറേ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഇനി നേരെ വേറെ സ്ഥലത്തോട്ട് നമ്മൾ പോയേട്ടാ. ഇതിനിടയിൽ മൊയിലും എന്നെ അവിടെ തറയെടുത്ത് കാഴ്ചകൾ കാണാൻ പറഞ്ഞു. ഞാൻ തിരിഞ്ഞ് അവരെയൊക്കെ നോക്കണുണ്ട്, ഇനി അവരെന്നെ കളഞ്ഞിട്ട് പോകുന്നു. ഞാൻ പറഞ്ഞു മൊയിലു എന്നെ കളഞ്ഞിട്ട് പോയല്ലേ മൊയിലുമ്മ, എന്നെ കളഞ്ഞിട്ട് പോയല്ലേ നിങ്ങൾ. കാര്യം വലുതായപ്പോഴും എനിക്ക് ആ പേടി മാറിയില്ല. എന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് ഞാൻ ഒരിക്കലും മിസ്സായി പോയതല്ലേ. പിന്നെന്തോ ഭാഗ്യത്തിനാണ് ഞാൻ ഇവരുടെ കയ്യിൽ എത്തിയത്. അതുകൊണ്ടെന്ത് പൊന്നുപോലെ എന്നെ ഇവര് നോക്കണില്ലേ. അല്ലെങ്കിൽ പിന്നെ ഇവരോട് കാറിലിരുന്ന് പോകാനും കാഴ്ചകൾ കാണാനും ഇതേപോലെ ഓരോ പുതിയ പുതിയ സ്ഥലത്ത് പോകാനും പുതിയ പുതിയ ഭക്ഷണങ്ങൾ കഴിക്കാൻ എനിക്ക് പറ്റും. മൊയിലുമ്മനെ പിന്നെ എവിടെ പോയാലും എന്നെ തറയെ വെക്കൂല. എപ്പോഴും മടിയെ പിടിച്ചെടുത്ത് അങ്ങനെ എടുത്തിരും. മൊയിലുമ്മക്ക് ഭയങ്കര സ്നേഹമാണ് എൻ്റെ അടുത്ത്. നിങ്ങൾക്ക് ഇതെല്ലാം പറയാണ്ടിരുന്ന നേരത്തെ നമ്മൾ പിന്നെ വേറെ സ്ഥലത്തെത്തിയട്ടാ. എനിക്കാണെങ്കിൽ ദൂരെ നിന്ന് എത്തിയപ്പോഴേ മണം അടിച്ചതാണ്. എങ്ങനെയെങ്കിലും കുറെ മീനെന്ന് തിന്നണം. എന്റെ മനസ്സിലെ ലക്ഷ്യം മൊത്തം അതാണ്. മൊയില് വിളിച്ചപ്പോഴും ഞാൻ മടിച്ചിരുന്ന മൊയില് വെയിലാണ് ടാനടിക്കും പ്രശ്നമാവും. ഇതിനിടയിൽ ഇവിടെ എത്തിയപ്പോ ഞാൻ കുറച്ചുപേരെ നോക്കി വെച്ചേട്ടാ. ഇവരാരും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഞാൻ അത് കണ്ടു. കാര്യം വേറെ ഒന്നുമല്ല, ഞാൻ കാറി വന്ന് ഇറങ്ങിയത് പിടിക്കാത്ത കുറെ ടീംസ് അവിടെ ഇരുന്നിട്ട് കുരയ്ക്കുന്നുണ്ടായിരുന്നു. ആരുടെ നീ എന്തിനാണ് ഇവിടെ വന്നത്? ഓടാ നിന്റെ വീട്ടിൽ പോടാന്നും പറഞ്ഞോണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ ഒരു പാവ സെലിബ്രേറ്ററിയാണ്, എന്നെ ഒന്ന് ചെയ്യല്ലേ. ഞാൻ മൊയിലുമ്മേരോടെ ഇവിടെയൊക്കെ സ്ഥലങ്ങൾ കാണാൻ വന്നതാണ്. അതിന്റെ കൂടെ മൊയിലിച്ചേട്ടൻ പിടിച്ചേർന്ന 2 പച്ചമീനും കൂടെ തിന്നിട്ട് വേണം എനിക്ക് വീട്ടിൽ പോകാൻ. നിങ്ങൾ അതുകൊണ്ട് എന്നെ ഒന്ന് ചെയ്യരുതേ, ഞങ്ങളൊന്ന് ചെയ്യരുതേ എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തിനാ ഇങ്ങനെ തന്നെ വഴക്കൂടണം? നിങ്ങൾ ഒരു അമ്മയല്ലേ, നിങ്ങൾക്കും ഇല്ലേ മക്കള്? ഈ പാവം എന്നെ എന്റെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് വഴക്കൂടാൻ എങ്ങനെ തോന്നണം? ഞാൻ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാ? ഇല്ലല്ല. ഇതിനിടയിൽ മൊയിലും അവരൊക്കെ വഴക്കൂടനെ ഓട്ടിച്ചു വിട്ടു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ മൊയിലിന്റെ കൂട്ടുകാരൻ വന്നു. അങ്ങനെ പിന്നെ മൊയിലും അവരുടെ അടുത്തൊക്കെ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നു. ഇതിനിടയിൽ ഞാൻ അവിടെയൊക്കെ നോക്കണുണ്ടായിരുന്നു. എന്നെ വഴക്കൂടനൊരു പിന്നെ ഇവിടെ ചുറ്റിപ്പറ്റി നിപ്പുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ മൊയിലും എന്നെ ഈ കടലിന്റെ അടുത്തോട്ട് കൊണ്ടുപോയി എന്നിട്ട് കാണിച്ചു തന്നു, ഇതിലാണ് മീൻ പിടിക്കാൻ പോണത്, ഈ ഇരിക്കുന്നവരാണ് മീൻ പിടിക്കുന്നവര്, ഇതിലിങ്ങനെ പോയി മീൻ പിടിച്ചോണ്ട് വരുമെന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ അടുത്ത് പറഞ്ഞു വേഗം പോയി മീൻ പിടിച്ചോണ്ട് പോയാൽ എന്നിട്ട് വേണം എനിക്ക് വീട്ടിൽ പോയി കറി വെച്ച് തിന്നെ. അങ്ങനെ പിന്നെ മൊയിലിന്റെ കയ്യിരുന്ന് അവരെ യാത്രയാക്കി വിട്ടു. ഞാൻ പറഞ്ഞു പെട്ടെന്ന് പോയിട്ട് വരണേ, ഞാൻ ഇവിടെ കാത്തിരിക്കും. അങ്ങനെ പിന്നെ മൊയിലിന്റെ കയ്യിരുന്ന കാഴ്ചകളൊക്കെ കണ്ട് എനിക്ക് പേടിയുണ്ടായിരുന്നു. ഒറ്റ വീട് അങ്ങോട്ട് നോക്കിയപ്പോ ചുറ്റിനും വെള്ളമല്ലേ. ഞാൻ ആദ്യമായിട്ടില്ല ഇങ്ങനെയൊക്കെ വെള്ളമൊക്കെ കാണുന്നത്. പിന്നെ അവരെ യാത്ര അയച്ചു വിട്ട് ഞാൻ പറഞ്ഞു പോയിട്ട് വാന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അവർ പോണത് നോക്കി ഞാൻ മൊയിലിന്റെ കയ്യിൽ അങ്ങനെ ഇരുന്നു. ഇതിനിടയിൽ മൊയിലിച്ചേട്ട ഒരു മീനിനെ പിടിച്ചോണ്ട് വന്നാട്ടെ. അങ്ങനെ മൊയിലും നേരത്തെ നീ കാണിച്ചത് ഞാൻ മുളപ്പിച്ചു വെക്കാൻ നല്ല മോണോ. എനിക്കെന്നെ വായിൽ വെള്ളവും വന്നിട്ടിരിക്കാൻ പോയി. ഞാൻ പറഞ്ഞോളഞ്ഞിട്ട് ഇരുന്ന് എന്നിട്ട് മൊയിലും പറഞ്ഞു ടേസ്റ്റ് ചെയ്യാൻ നോക്കണം, മുളപ്പിച്ച് നോക്കണോ.
ഞാൻ നക്കൊക്കെ നോക്കിയാൽ ഭയങ്കര ഉപ്പ്. ഞാനൊരു കടിയൊക്കെ കടിച്ചു നോക്കി. ഇതിന്റെ ഇടയ്ക്ക് ഇതിന് ജീവനുണ്ടായിരുന്നട്ടെ, ഈ ചത്തൊന്നുമില്ല. ഇതെങ്ങാനും ഞാൻ തിന്നിരുന്ന എന്റെ വയറ്റിൽ കിടന്ന് തോടൂലായിരുന്നു. മൊയിലുമ്മയാണെ പിന്നെ അതെന്റെ മൂക്കിന്റെ അടുത്തോട്ട് വന്നപ്പോ എനിക്കെന്നെ കൊതി കൊണ്ട് നിൽക്കാനും വയ്യ. ഞാൻ രണ്ട് നക്കൊക്കെ നക്കിയിട്ട് ഞാൻ പറഞ്ഞ അവിടെ വെച്ചേരെ, നമുക്ക് എന്നെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഫ്രൈ ചെയ്തടിക്കാം. അങ്ങനെ മൊയിലുമ്മ അമ്മേനെ അങ്ങോട്ട് താഴ്ത്തി ഇട്ടതും അത് കിടന്ന് തറ കിടന്ന് പിഴയ്ക്കുന്നു. ഞാൻ അപ്പോഴേ നീ മനസ്സിലായി ഇത് ചത്തില്ല എന്നുള്ള കാര്യം. പിന്നെ അങ്ങനെ തിന്നിരുന്നെങ്കിൽ ഇത് വയറ്റിനകത്ത് സ്വിമ്മിംഗ് പൂള് വെട്ടി കിടന്ന് ചാടി മറിഞ്ഞല്ല. എന്നിട്ട് പിന്നെ മൊയില് എടുത്തോണ്ടെന്ന് അയാൾ കാണിച്ചു തന്നു. മൊയിലും മോളെ തൊട്ട് നോക്ക്. ഞാൻ പറഞ്ഞ ഞാൻ ജീവനുണ്ട്, നിങ്ങൾ എന്തോന്ന് പറയാനത്. ഞാൻ അയാഴ്ച കടിച്ചു കൊടുക്കുകയാണെങ്കിൽ അതെന്റെ വയറ്റിൽ കിടന്ന് ഓടും. ഞാൻ പിന്നെ ഒരു കവറൊക്കെ നോക്കി, കവറിനകത്ത് ഇതിനെ ഇട്ടോണ്ട് എന്തായാലും വീട്ടിൽ കൊണ്ട് പോകണം, എന്ന് പൊരിച്ച് തന്നെ തിന്നണം. ഇതിനിടയ്ക്ക് മൊയിലുവിന്റെ അനിയൻ വേറെ ഒരു മീനിനെ പിടിച്ചു കേട്ടാ. ഇത് ഒരുമാതിരി ഫുള്ള് കറത്തിരിക്കണം. അത് കഴിഞ്ഞപ്പോഴും പിന്നെ വേറൊരു മീനിനെയും കൂടെ പിടിച്ചു. എന്തായാലും കൊള്ളാം, ഇതിനൊക്കെ ഇനി കറി വെച്ചും പൊരിച്ചും സൂപ്പും ഉണ്ടാക്കിയൊക്കെ തട്ടണം. ഇതിനിടയ്ക്ക് മൊയിലും അവിടെ കിടന്ന് വിളിച്ചേ എനിക്ക് മീനിട്ട് എനിക്ക് മീനിട്ടെന്ന് കൊണ്ടുവന്നിട്ടത് അയ്യൊരു മുള്ളു പിടിച്ച മീൻ. ഞാൻ ചോദിച്ചു ഇതെന്തോന്ന് മൊയില് മുള്ളാൻ മന്നിയെ. എനിക്കാണെങ്കിൽ ഇതിനെ കണ്ടപ്പോൾ പേടിയും ഉണ്ട്, ഇതിന് കടിക്കുവോ ഇനി തുപ്പുവോ കുത്തുവോ ഒന്നും അറിഞ്ഞുകൂടാ. എന്തായാലും എന്നെ കെട്ടിയിട്ട് നന്നായി, ഇല്ലെങ്കിൽ ഓടിച്ചെന്ന് ഞാൻ കടിക്കുകയും ചെയ്യും, എന്റെ വായിൽ എന്റെ മുള്ളു കൊള്ളാൻ ചെയ്യും. പിന്നെയാണ് എൻ്റെ അടുത്ത് മൊയില് പറയണത് ഇതിനെ ചെന്ന് പിടിക്കരുത്, എന്നെ മുള്ളു കൊണ്ടുവന്ന് ആള് തട്ടിപ്പോകുന്നുള്ള കാര്യം. അതുകൊണ്ട് ഞാൻ അവിടെ ചെന്ന് മണപ്പിച്ച് നിന്ന് എന്തോന്നാണ് ചെയ്യണത്. ഇങ്ങനെയാണ് ഏറ് കുടിച്ച് എന്തോന്ന് കാണിക്കണവേ. ഞാൻ മൊയിലിൻ്റെ അടുത്ത് ചോദിച്ചു, മൊയില് ഇതെങ്ങാനും പൊട്ടി തെറിയോ എന്നെ ഇവിടെ കിടന്ന്. മൊയില് എന്നെ അവിടെ കൊണ്ടുവരണോണ്ട് ഇതേപോലെയുള്ള ജീവികളുണ്ടെന്ന് ഞാനും അറിയും. ഇല്ലെങ്കിൽ നമ്മളെ പോലുള്ള നായ്ക്കുട്ടന്മാർ എങ്ങനെ അറിയും. പിന്നെ ഇല്ലെങ്കിൽ ഇവിടത്തെ ജനിച്ച നായ്ക്കുട്ടന്മാരെ പോലെ ആയിരിക്കണം. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ മൊയിലുമാരുടെ മടിയിൽ അങ്ങനെ തലവെച്ച് കിടന്നുറങ്ങിയായിരുന്നു. മൊയില് പെട്ടെന്ന് തന്നെ ഒന്ന് വിളിച്ച് എന്ത് മീനും എല്ലാം കിട്ടിയാ, സ്രാവും എല്ലാം കിട്ടിയാ. ഒന്നും കിട്ടിയില്ലേ. ഞാൻ ഇവിടെ കിടന്നുറങ്ങാം, വെറുതെ എന്നെ കിടന്ന് വിളിച്ചുണർത്തിട്ട് എന്തൊരു കാര്യം. നിങ്ങളും വല്ല സ്രാവിനെ വല്ല തിരണ്ടിയൊക്കെ പിടിച്ചിട്ട് എന്നെ വിളി, അപ്പോഴത്തേക്ക് ഞാൻ വരാം. അങ്ങനെ പിന്നെ മൊയിലുമാരെ തലോടലിൽ ഞാൻ അങ്ങനെ കിടന്ന് അവിടെ കിടന്നുറങ്ങി.